ഈ മ്യൂസിക് ഇല്ലാണ്ട എന്ത് ഓണല്ലേ പതിവ് പോലെ ഇൻട്രോ എടുക്കാനുള്ള സമയമില്ല. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ ജിമ്മിലാണ്. ഓങ്ങല്ലൂരിലുള്ള ഫിറ്റ് സ്റ്റൈൽ ജിമ്മ്. കഴിഞ്ഞ 3 മാസത്തോളമായിട്ട് ഞാൻ ഇവിടെ വരാറുണ്ടേ. അതിൻ്റെ റിസൾട്ട് ശരീരത്തിൽ കാണുന്നുണ്ട്. അത് വേറെ കാര്യം, പോട്ടെ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കുറച്ച് പണിയുണ്ട്, പൂക്കളിടണം. നമ്മുടെ കയ്യിൽ 3 പൂക്കളുണ്ട്. അതായത് മഞ്ഞ ചെണ്ടുമല്ലി, ഓറഞ്ച് ചെണ്ടുമല്ലി, പിന്നെ ഈ വെളുത്ത പൂവിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. പണ്ട് തൊട്ടേ പൂക്കളിടുന്ന കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനങ്ങ് കയറി കുറച്ച് മെയിൻ കളിക്കുന്നുണ്ട്. ഭാഗ്യത്തിന് പിള്ളേർ ഞാൻ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെ വലിയ ഏതെങ്കിലും മെയിൻ കളിക്കാണ്ട് ഞാനും കയറി കുറച്ച് പണിയൊക്കെ എടുക്കട്ടെ കേട്ടോ. ഇന്ന് കുറച്ച് മത്സരങ്ങളൊക്കെ ഇവിടെ നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിജയികൾക്ക് കൊടുക്കാനുള്ള ട്രോഫിയാണ് ഇവിടെ നിരത്തി വെച്ചേക്കുന്നത്. അങ്ങനെ ഒരുവിധം പൂക്കളമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി പൂക്കളത്തിൻ്റെ മുന്നിൽ ഫോട്ടോ എടുപ്പാണ്. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആരും വിഷമിക്കണ്ട. ഈ തിരക്കിനിടയിൽ ഞാൻ എവിടെയെന്ന് കണ്ടുപിടിക്കാനേ ഞാൻ ആ ഒത്ത നടുക്ക് തന്നെ ഇരിപ്പുണ്ട്. ഇതായ ഇരിക്കണു. അലീക്ക എന്താണ് പറഞ്ഞതെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. എന്നാലും റെഡി എന്ന് പറഞ്ഞു. പിന്നെയാണ് മനസ്സിലായത് മുട്ട കഴിക്കണ കാര്യമാണ് എന്ന്. എവറി ഡേ ഈസ് എ ഗുഡ് ഡേ ടു വർക്കൗട്ട്. ശരിയാണ്, പക്ഷേ എല്ലാ ദിവസവും വരാൻ പറ്റാറില്ല. എല്ലാവരും ചാടി ചാടി നിൽക്കുമെന്ന് പറഞ്ഞത് മനസ്സിലായി, ബാക്കിയൊന്നും മനസ്സിലായില്ല. ആൾക്കാർ പണിക്ക് പോകാനൊക്കെ ഉണ്ട്, അതുകൊണ്ട് വേഗം തുടങ്ങിക്കൊള്ളിയെന്നായിരിക്കും. അങ്ങനെ മത്സരങ്ങളൊക്കെ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇതിനകത്ത് വലിയ കമൻട്രി ഒന്നും ഞാൻ പറയുന്നില്ല, നിങ്ങളിതൊക്കെ അങ്ങോട്ട് കണ്ടോളിൻ. അങ്ങനെ അത്ര അധികം ആൾക്കാർ പങ്കെടുത്ത വാശിയേറിയ മത്സരത്തിൽ അവസാനം 3 ആൾക്കാരാണ് ബാക്കിയുള്ളത്. ഈ പച്ച ഷർട്ടിട്ട ഈ ചേട്ടനും, പിന്നെ ഈ പുള്ളിയും, പിന്നെ ഈ ബായിയാണ്. തോറ്റു കൊടുക്കാൻ മനസ്സില്ലാതെ പിടിച്ചു നിൽക്കുന്ന ആ 3 ആളുകൾ. പച്ച ഷർട്ടിട്ട ചേട്ടനും പിന്നെ ബായിയും അവസാനം തോൽവി സമ്മതിക്കേണ്ടി വന്നു. അപ്പോൾ ഫസ്റ്റ് അടിച്ചത് ഈ ചെങ്ങായിയാണ്. സൂപ്പർ സൂപ്പർ. ഫസ്റ്റ് കിട്ടിയ ചങ്ങായിക്കും സെക്കൻഡ് വന്ന ആഷിഖ് ബൈക്കും പിന്നെ ഇതിൽ മത്സരിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. എനിക്ക് അതിനിടയിൽ ഓഫീസിൽ നിന്ന് ഒരു കോൾ വന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി തിരിച്ചു വന്നപ്പോഴേക്കും അടുത്ത കളി തുടങ്ങി കേട്ടോ. അപ്പോൾ ഈ കട്ടത്താടി വെച്ച പുള്ളിയാണ് നമ്മുടെ ജിമ്മിൻ്റെ ഓണറും അതുപോലെ തന്നെ എൻ്റെ ട്രെയിനറൊക്കെ ആയിട്ടുള്ള നിഷാദ് ബ്രോ. കൂടെ ഉള്ളത് ഇവിടുത്തെ മറ്റൊരു ട്രെയിനർ അൻഷിഫ് ബ്രോ ആണ് ഈ ഇന്നത്തെ പരിപാടിൻ്റെ ഒക്കെ ഒരു ഓൾ ഇൻ ഓൾ. അപ്പോൾ 2 പേരും കൂടിയുള്ളൊരു തീ പാറുന്ന മത്സരം നമുക്ക് കാണാം.
82 പുഷപ്പോളൊക്കെയാണ് ആ ചങ്ങായി ചെയ്തത്. എന്താ അല്ലേ, അടിപൊളി. ദൈവമേ, എല്ലാം കാണുക മാത്രമാണല്ലോ, മത്സരിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചപ്പോഴാണ് നമ്മുടെ റേഞ്ചിന് പറ്റിയൊരു സാധനം വന്നത്. ലെമൺ ഇൻ ദ സ്പൂൺ. പണ്ട് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇത് മത്സരിച്ച് 2ാം സമ്മാനം വാങ്ങിയിട്ടുണ്ട് ഞാൻ. 2ാം സമ്മാനം ഇവരുടെ കഴിയട്ടെ, എന്നിട്ട് നമുക്കൊന്ന് മത്സരിക്കാം. അങ്ങനെ ഞാൻ ഇറങ്ങാനുള്ള സമയമായി. വാശിയേറിയ മത്സരത്തിൽ 8 നിലയിൽ പൊട്ടി. എന്നാലും ഇങ്ങനൊരു നാണം കെട്ട തോൽവി ഞാൻ പ്രതീക്ഷിച്ചില്ല. 5 പേര് മത്സരിച്ചതിൽ എനിക്ക് 5ാം സ്ഥാനം. ഇനി കുറച്ച് ഭക്ഷണം കഴിച്ചിട്ടാവാം അടുത്ത പോരാട്ടം. ഒരു കോഴിമുട്ടയും പൈനാപ്പിളും പിന്നെ വാട്ടർ മെലണും കഴിക്കാം. അതോടൊപ്പം തന്നെ 2 ഗ്ലാസ് പാലട പായസവും കുടിക്കാം. ഇനിയിപ്പോൾ എന്നെ ജിമ്മിലേക്ക് തിരുവോണം കഴിഞ്ഞിട്ട് പ്രതീക്ഷിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ കുറച്ച് വർക്കൗട്ടുകളൊക്കെ ചെയ്തേക്കാം ഈ ഗ്യാപ്പിൽ. മുണ്ടെടുത്തിട്ട് വർക്കൗട്ട് ചെയ്യുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. പൊട്ട് തൊടാനുള്ള സുന്ദരി മറ്റാരുമല്ല, അത് ഹണി റോസ് ആണ്. അപ്പോൾ സൂരജ് ബ്രോ ആണ് ഇന്നത്തെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. ഇന്നിപ്പം ജയിച്ച ഓരോ മത്സരാർത്ഥികളുടെയും പേരും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ഓരോ പ്രൈസും മെഡലൊക്കെ കൊടുക്കണമല്ലോ. അടുത്തതാണ്
ആഘോഷത്തിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ഐറ്റം, അതായത് ഏറ്റവും അവസാനം നടക്കാൻ പോകുന്ന വടംവലി. അപ്പം എങ്ങനെ നമ്മുടെ ഓണപ്പരിപാടിയൊക്കെ പൊളിച്ചില്ലേ? നിങ്ങൾ ആസ്വദിച്ചില്ലേ? പെട്ടെന്നിട്ട പരിപാടിയാണ്, പക്ഷേ പിള്ളേർ സൂപ്പറായിട്ട് അതൊക്കെ കൊണ്ടുപോയി. എല്ലാം സൂപ്പറായി. ഗെയിംസ്, അതുപോലെ പൂക്കളം, ഫുഡ് ഒക്കെ കിഡിലിനായി. നല്ലൊരു പരിപാടിയായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് അവിടുന്ന് 12 മണിക്ക് ശേഷം, ആ വടംവലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം മെല്ലെ അവിടുന്ന് സ്കൂട്ടാവേണ്ടി വന്നു. എനിക്ക് പട്ടാമ്പി പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് എത്തിയത്. ഇപ്പോൾ ഇവിടെ എത്തിയപ്പോഴേക്കും നല്ല മഴയാണ്. അടുത്ത 2 ദിവസം എന്താകും അവസ്ഥ എന്നറിയില്ല. പിന്നെ വേറൊരു നല്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈവൻ ദോ 3 മാസമായിട്ട് ആ ജിമ്മിൽ പോകുന്നുണ്ടെങ്കിലും എനിക്ക് അങ്ങനെ ആരുമായിട്ടും അത്ര കോണ്ടാക്റ്റ് ഇല്ല. വളരെ ചുരുക്കം ആളുകളായിട്ടേ ഉള്ളൂ. ബട്ട് ഈ ഒരു ഫംഗ്ഷൻ, ഈ ഒരു ഓണപരിപാടിയിലൂടെ അങ്ങോട്ട് കയറിയിട്ട് സംസാരിക്കാൻ പറ്റി കുറേ ആളുകളോട്. ഇപ്പോഴും വ്ളോഗിങ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അങ്ങോട്ട് കയറി മുട്ടാനുള്ള ഒരു കോൺഫിഡൻസ് ഇപ്പോഴും ആയിട്ടില്ല. ആക്കണം അത്. അപ്പോൾ അതൊക്കെ പോട്ടെ. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം. ഹാപ്പി ഓണം വിത്ത് യു ആൻഡ് യുവർ ഫാമിലി, വിത്ത് യുവർ ഫ്രണ്ട്സ്. എല്ലാവർക്കും എവിടെയാണോ നിങ്ങൾ ആഘോഷിക്കുന്നത് സൂപ്പറായിട്ട് ആഘോഷിക്കുക. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പതിവായി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തോളൂ. ലൈക്ക്, കമൻറ്റ്, ഷെയർ. പിന്നെ ഇത്തവണ ഒരു കാര്യം കൂടി പറയാം, ഹൈപ്പ്. പിന്നെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾ 23K കുറേ കാലമായിട്ട് നിന്ന് സ്ട്രഗിൾ ചെയ്യാണ്. എങ്ങനെയെങ്കിലും ഒരു 25K ഒന്ന് എത്തിച്ചു തരിക. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആ ഫോട്ടോസൊക്കെ ഒന്ന് കാണാം, എന്നിട്ട് നിങ്ങൾ പോവാവൂ കേട്ടോ.